കണ്ണിണയാ ഹായ് മൈലാഞ്ചി കൈവിരല മൊഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാ ഹായ് ഹായ് താളത്തിൽ പാടുകയാ മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ പാട്ടുറുമാനിത്. അസ്സലാമു അലൈക്കും. മെയ് മാസത്തിലെ പകലുകൾക്ക് ചൂട് കൂടുതലാണ്. എന്നാൽ ഈ മെയ് മാസത്തിലെ രാവുകൾക്ക് ഈണത്തിന്റെയും താളത്തിന്റെയും കുളിരാണുള്ളത്. ഈണവും താളവും കൈകൊട്ടി പാടുന്ന മനോഹരമായ ഈ സംഗീത രാവിലേക്ക് ഏവർക്കും സ്വാഗതം. പട്ടുറുമാലിലേക്ക് സ്വാഗതം. സ്വാഗതം. ഞാൻ സമ്മതിച്ചു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? എന്താ ബഷീർക്ക, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും തുടങ്ങണം. നമ്മൾ ഇപ്പൊ നന്ദിനി വിളിച്ചു കഴിഞ്ഞു നമ്മുടെ ശ്രോതാക്കളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഈ ഒരു ഷോയിലേക്ക്, അല്ലേ? എപ്പോഴും നന്ദിനി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് തന്നെയാണ്. സ്വാഗതം, വെൽക്കം ബാക്ക്, ഇന്നയാൾ അല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ എന്താണ്? ബഷീർക്കയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാമെങ്കിൽ ഞാൻ ഹാപ്പി ആയി. പക്ഷെ അതല്ല കാര്യം. പിന്നെന്താണ്? നമ്മുടെ പട്ടുറുമാല് തുടങ്ങിയിട്ട് ഇന്ന് അർദ്ധ സെഞ്ചുറി പൂർത്തീകരിക്കുന്ന ദിവസമാണ്. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് വിളിക്കാതെ ഞാൻ കയറി വന്നത്. ശരിക്കും നമ്മൾ ആരും ഓർത്തില്ലേലും ഓർക്കേണ്ട ആളാണ് ബഷീർ. തീർച്ചയായിട്ടും. എന്റെ അടുത്ത് അഷ്റഫിക്ക പറഞ്ഞു അതൊന്ന് പെട്ടെന്നൊന്ന് കയറി ഒന്ന് പറയണോട്ടോ, നമ്മൾ വിട്ടുപോകാൻ പാടില്ല എന്ന്. അല്ല, അപ്പൊ ഇപ്പൊ ഓർത്തുകൊണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യാ? പെട്ടെന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ട്. കാരണം ഇതുവരെയുള്ള എല്ലാ സെലിബ്രേഷൻസും നിറഞ്ഞ മനസ്സോടെ ആസ്വദിച്ചവരാണ് അവര്. അപ്പോ പെട്ടെന്ന് ഈ 50ാമത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അപ്പൊ മത്സരം വേണ്ട. മത്സരത്തിന്റെ ഒരു കെട്ടുപാടി അവര് ഒന്ന് ഇന്ന് ഫ്രീ ആക്കി റിലാക്സ് ചെയ്യട്ടെ. ഇന്ന് അവരെല്ലാവരും റിലാക്സ് ചെയ്ത് അവരുടെ ഇഷ്ടമുള്ള മനസ്സിലുള്ള പാട്ട് പാടട്ടെ, ഇഷ്ടമുള്ള ഡാൻസ് ചെയ്യട്ടെ. നമുക്കിന്ന് അവർക്ക് പ്രത്യേകിച്ച് കൂച്ചുവലങ്ങൊന്നും ഇടണ്ട, അവര് പാടട്ടെ. ശരി, ആയിക്കോട്ടെ. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് നന്ദിനിയുടെ ഒരു സെപ്പറേറ്റ് ഡാൻസ് നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ചു പോണേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. ഓക്കെ, നമുക്ക് പാടാന്നേ. തീർച്ചയായിട്ടും പാടാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് നടത്താം. ബഷീർക്ക് എല്ലാം ചെയ്യലോ, എല്ലാം റെഡിയാക്കാലോ. ഒത്തുപിടിച്ചാൽ മലയും പോരും. അപ്പൊ ഒത്തുപിടി. മല വിൽ കം. അങ്ങനെ ബഷീർക്ക നമ്മളൊരു വലിയ പണി എന്ത് പെട്ടെന്നാ തീർന്നത്. ഗുഡ് ജോബ് മിടുക്കനാ കേട്ടോ. കൂട്ടത്തിലുള്ളതാണ്. അഷ്ടമിക്ക ഗുഡ് ജോബ്. നന്നായി, എല്ലാം തകർത്തു എല്ലാരും കൂടെ. അല്ല, ആഘോഷം പൂർണ്ണമാകുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ നെടുന്തൂണുകളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കണം, അല്ലേ? പിന്നെ ഉറപ്പായും. അത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയല്ലോ, അതങ്ങ് നടക്കട്ടെ. വേണ്ട, ബഷീർക്ക വിളിക്കും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജായ, ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഫിറോസ് ബാബു, ഒപ്പം നമ്മുടെ ഇഷ്ടഗായിക സജല സലീം, മാപ്പിളപ്പാട്ടിന്റെ ഏറ്റവും പുതിയ നമ്മുടെ ചങ്ങാത്ത കൂടാനെത്തിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നജീം അർഷാദ്, അപ്പൊ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് 50ാമത്തെ എപ്പിസോഡിൽ റെഡ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നതാണല്ലേ? എന്നോട് പറഞ്ഞില്ല. സാരമില്ല, ഇവിടെ ഞാനിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഒരു സൺഷൈൻ ആയിട്ട് ഞാൻ ഇവിടെ നിന്നോളാം. അപ്പൊ ബാക്കി എന്താ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ജഡ്ജസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ ഈ 50 എപ്പിസോഡ് പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഇവർക്ക് മുമ്പ് ഇവിടെ വന്ന ജഡ്ജസിനെ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കണം, അല്ലേ? ഓർമ്മ പേരുകളൊക്കെ ഒന്ന് ഓർമ്മയെന്നൊന്ന് പറഞ്ഞു അവരും കൂടെ ഒന്ന് കേൾക്കട്ടെ. ഞാൻ മനസ്സിൽ ഓർക്കുന്ന ഒരു പേര് പറയാം. സിബല സദാനന്ദൻ. സിബല ചേച്ചിക്ക് ഒരു
ഹായ് ഉണ്ട് കേട്ടോ. നമ്മുടെ 5ാമത്തെ എപ്പിസോഡിൽ മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നറിയാം. വിയൻകുട്ടി മാഷ്, ശബനം പ്രിയ, ജിഷ ചേച്ചി, മിൻമിനി ചേച്ചി, ഔക്കുബായ്, കോഴിക്കോട് അബൂബക്കർ, പെരിഞ്ഞോളി മൂസക്ക, അബൂട്ടി മാഷ്, അങ്ങനെ എത്രയെത്ര പ്രതിഭാധനരായിട്ടുള്ള ജഡ്ജസ് വന്ന് നമ്മുടെ മക്കളുടെ പാട്ട് കേൾക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ 50ാമത്തെ എപ്പിസോഡിലേക്ക് വന്ന് എത്തി നിൽക്കുമ്പോൾ പട്ടുറുമാലിൻ്റെ ഈ ഒരു കൂട്ടായ യാത്രയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ള ഈ ജഡ്ജസ് എന്താണ് പറയുന്നത് ഉള്ളതെന്ന് കേൾക്കാം. പട്ടുറുമാല് ഇപ്പോൾ 50ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് തിളങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. ഓർമ്മകൾ ഒരുപാട് എല്ലാം തിളങ്ങി നിൽക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. പട്ടുറുമാലിൻ്റെ തുടക്കം മുതൽ അന്നൊരു കാഴ്ചക്കാരനായിട്ട് പിന്നെ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം, തുടർന്ന് കുഞ്ഞു മക്കളുടെ കുട്ടിപ്പട്ടുറുമാലിലേക്ക് കടന്നു വന്നു. അത് എവിടെയോ എത്തി നിന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു യാത്ര എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ അടുത്ത് ഞാൻ തിരിച്ചെത്തിയതേ ഉള്ളൂ. ആ യാത്ര ഒന്ന് പോയി ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ, അറബ് രാഷ്ട്രങ്ങളെല്ലാം സന്ദർശിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ പ്രവാസികൾ അതിനെ മനസ്സായെടുത്ത് അതിൻ്റെ ഒരു റേഞ്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഓരോ കുട്ടികളുടെയും പാട്ടുകൾ ഡയറിയിൽ എഴുതി വെക്കുന്നവർ, കുട്ടികളുടെ പേരുകൾ എഴുതി വെക്കുന്നവരുടെ, കുട്ടികളുടെ പാടുന്ന രീതികൾ, നിൽപ്പ്, അവരുടെ മാനറിസം, അവരുടെ പിന്നെ ഓരോ ഇതും, കുട്ടി മുടി ഇങ്ങനെ ഇടുന്നതും ചുണ്ട് ഇങ്ങനെ അനക്കുന്നതും, കുഞ്ഞു മക്കളായാലും വലിയ പാട്ടുകാരായാലും ഓരോരുത്തരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നത് അതെല്ലാം മനസ്സിൽ പതിച്ച ഗൾഫുകാരുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അവരിൽ നിന്ന് കിട്ടി. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനും അതിൻ്റെ ഒരു സന്തോഷം ഒരുപാട് അനുഭവിച്ചു. എല്ലാവർക്കും അതിൻ്റെ ഒരു സുഖവും സന്തോഷവും ഒക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ 50ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ ഇതൊരു യാത്ര തന്നെയാണ്. ഇത് തുടർന്നു പോകുന്ന, ഒരിക്കലും പ്രേക്ഷകർ മനസ്സിൽ നിന്ന് വിടാത്ത മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്രതിഷ്ഠ നേടിയ നാമം തന്നെയാണ് പട്ടുറുമാൽ. ഏതൊക്കെ ആരൊക്കെ എവിടെയൊക്കെ വന്നാലും പട്ടുറുമാൽ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പര്യായ പദമായി മാറി എന്ന് ഞാൻ തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. ലോക പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ഈ 50ാമത്തെ എപ്പിസോഡിൽ ലോകത്തെ എല്ലാ മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്കും പട്ടുറുമാലിനെ മനസ്സായെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നതോടൊപ്പം ഞങ്ങളുടെ പാടുന്ന ഓരോ കുട്ടിയെയും അവരുടെ പൾസറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അവർക്ക് മനോഹരമായിട്ട് ഇനിയുള്ള പാട്ടുകളും പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നജീമിക്ക, എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു നിമിഷമാണ് പട്ടുറുമാലിൻ്റെ 50ാമത്തെ എപ്പിസോഡിൽ എനിക്കൊരു ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിരുന്ന സമയത്ത്, അന്നത്തെ റിയാലിറ്റി ഷോ മറ്റ് ചാനലിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒരു ഫിലിം ബേസ് ചെയ്തിട്ടുള്ള ഷോസാണ് കംപ്ലീറ്റ്. ആ ഒരു സമയത്ത് സൈഡിൽ കൂടെ വന്ന് ലോക മലയാളി മനസ്സുകളിലേക്ക് ഗോളടിച്ച ഒരു റിയാലിറ്റി ഷോ ആണ് മാപ്പിളപ്പാട്ടിൻ്റെ പട്ടുറുമാൽ. അത് ഭയങ്കര സംഭവമായിരുന്നു ശരിക്കും. പട്ടുറുമാൽ എന്നൊരു അത് കൈരളി TV-ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള മാപ്പിളപ്പാട്ടിൻ്റെ പേരിലുള്ള ആദ്യത്തെ റിയാലിറ്റി ഷോ. അപ്പോൾ ആ ഷോയിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. പിന്നെ ഇതിലെ കണ്ടസ്റ്റൻസ് എല്ലാം നല്ല ടാലൻ്റ് ആയിട്ടുള്ള ഒരു സിംഗേഴ്സാണ്. അപ്പോൾ അതും കാണുമ്പോൾ നല്ല സന്തോഷം. പിന്നെ എന്താ പറയണ്ടേ, മുന്നിലിങ്ങനെ കേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. അതെങ്ങനെ മുറിക്കണം, എങ്ങനെ തിന്നണം. ഇതൊക്കെ പറയുമ്പോഴും മനസ്സിനുള്ളിലെ മോഹം അവിടെ മുന്നിലിരിക്കുന്ന കേക്കാണ്. അല്ല നന്ദിനി, ആദ്യമായിട്ട് മാർക്കിടാൻ വേണ്ടിയിട്ട് നജീം വരുമ്പോൾ ഒരു അമ്പരപ്പായിരുന്നു. പിന്നെ അത് ആഹ്ലാദത്തിന് വഴിമാറി. ഇപ്പൊ ഒരു ഉന്മാദാവസ്ഥയാണ്. അത് മാർക്കിടുന്ന കാര്യത്തിലായാലും കേക്ക് തിന്നുന്ന കാര്യത്തിലായാലും ഇപ്പൊ ആ ഉന്മാദാവസ്ഥയിലാണ് നമ്മൾ നജീമിക്ക ഇവിടെ കാണുന്നത്. സജിലത, ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട്. പട്ടുറുമാൽ എന്ന് പറയുമ്പം ശരിക്കും എൻ്റെ ലൈഫ് തന്നെയാണ് പട്ടുറുമാൽ. കാരണം ചെറുതിൽ മുതലേ ഉപ്പാൻ്റെ കൂടെ പാടി വന്ന് പിന്നെ ലോകം മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പട്ടുറുമാലിൻ്റെ കൂടെയാണ്. കാരണം പട്ടുറുമാലിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വന്ന് പിന്നീട് കുട്ടി പട്ടുറുമാലിലെ ജഡ്ജ് ആവാൻ സാധിച്ചു. ഇപ്പോൾ ഇതാ ഈ പട്ടുറുമാലിൽ ആ ഒരു സീറ്റിൽ ഇരിക്കാൻ സാധിച്ചത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം.
പിന്നെ പട്ടുറുമാലിൻ്റെ എല്ലാ സന്തോഷത്തിലും കൂടാൻ സാധിക്കാറുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. എന്തായാലും ഈ ഒരു 50th എപ്പിസോഡിലും ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ പട്ടുറുമാലിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും നന്നായി പാടുന്ന സിംഗേഴ്സാണ്. മാത്രമല്ല എക്സ്ട്രാ ടാലൻറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും. ആക്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. അതുതന്നെയാണ് ഈ ഒരു പട്ടുറുമാലിൻ്റെ വിജയം. അപ്പം എല്ലാ കണ്ടസ്റ്റൻസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് 50ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻസ് ഇവിടെ ആരംഭിക്കാം. നജീമിക്ക വെയിറ്റ് ചെയ്യൂ, കേക്ക് കെട്ടിയാറായിട്ടില്ല, അതല്ല പറഞ്ഞു വരുന്നത്. ആഘോഷത്തിന്റെ ആദ്യ ഘട്ടമായിട്ട് നജീമിക്കയുടെയും സജിലത്തയുടെയും ഒരു ഡ്യുവറ്റാണ്. എന്താ ബഷീർക്ക? പാടിക്കാം ആദ്യം. പാടിക്കല്ലേ? പിന്നെ തകർത്തേക്കാം. പടവാള് മിഴിയുള്ളോള്, അഞ്ചാറ് മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി, പെണ്ണ് സൈനബാ ബീവി. പടവാള് മിഴിയുള്ളോള്, അഞ്ചാറ് മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി, പെണ്ണ് സൈനബാ ബീവി. ചിഞ്ചോര ചുണ്ടിണയുണ്ട്, നല്ല മൊഞ്ചുള്ള താമര ചിണ്ട്. ചിഞ്ചോര ചുണ്ടിണയുണ്ട്, നല്ല മൊഞ്ചുള്ള താമര ചിണ്ട്. ബദറൊത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ച ചേലിൽ, ബദറൊത്ത പെണ്ണിന്റെ കൽബിൽ റബ്ബ് കുതിരത്തൊളിപ്പിച്ച ചേലിൽ, കഥവണിഞ്ഞ തേക്കിനകത്ത് പൂക്കളായി വിരിഞ്ഞ് താരകന്ന മാനസത്തിലാപ്പെളി തെളിഞ്ഞ്, കഥവണിഞ്ഞ തേക്കിനകത്ത് പൂക്കളായി വിരിഞ്ഞ് താരകന്ന മാനസത്തിലാപ്പെളി തെളിഞ്ഞ്, പടവാള് മിഴിയുള്ളോള്, അഞ്ചാറ് മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി, പെണ്ണ് സൈനബാ ബീവി. ചിത്തിര പൂത്താലിയുണ്ട്, മുത്ത് കത്തുന്ന പൊന്മാലയുണ്ട്. ചിത്തിര പൂത്താലിയുണ്ട്, മുത്ത് കത്തുന്ന പൊന്മാലയുണ്ട്. കനകം വിളയുന്ന കൽവിൽ പൂത്തുകതിരിട്ട് മോഹങ്ങൾ ചേലിൽ, കനകം വിളയുന്ന കൽവിൽ പൂത്തുകതിരിട്ട് മോഹങ്ങൾ ചേലിൽ, വിരിശമുള്ള മാനമെന്ന് നിന്റെ മുൻപിലെത്തി കാത്തിരുന്ന് രാവിലെന്ന് പൂത്തെറിയും കത്തി, വിരിശമുള്ള മാനമെന്ന് നിന്റെ മുൻപിലെത്തി കാത്തിരുന്ന് രാവിലെന്ന് പൂത്തെറിയും കത്തി, പടവാള് മിഴിയുള്ളോള്, അഞ്ചാറ് മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കൊനിത്തേവി, പെണ്ണ് സൈനബാ ബീവി.
പഞ്ചാര ഫാലൂദവയ്ക്ക് പഞ്ചവർണ്ണ കിളിയാലെ കൽവിൽ പഞ്ചാര ഫാലൂദവയ്ക്ക് ശംസുതിച്ചൊളി വരത്തും മംഗലിക്ക വീണി സംശയിച്ചു ലജ്ജയോടെ മല്ലിടിക്കും മാരൻ ശംസുതിച്ചൊളി വരത്തും മംഗലിക്ക വീണി സംശയിച്ചു ലജ്ജയോടെ മല്ലിടിക്കും മാരൻ പടപാട് പിഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണി ദേവി പടപാട് പിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണി ദേവി പെണ്ണ് സൈനബാദേവി പടപാട് പിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണി ദേവി പെണ്ണ് സൈനബാദേവി. നമ്മുടെ കണ്ടസ്റ്റൻസിനെ വിളിച്ചില്ലല്ലോ. തീർച്ചയായിട്ടും വിളിക്കുന്നവർ പട്ടുറുമാലിന്റെ എല്ലാമായ നമ്മുടെ പാർട്ടിസിപ്പൻസ് കണ്ടസ്റ്റൻസ് നമ്മുടെ കൊച്ചു പാട്ടുകാരല്ല, വലിയ പാട്ടുകാരാണിപ്പോ. അവരുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് സോങ് ആണ് അടുത്തത്. എൻജോയ്. പ്രിയരുടെ ഹബീബുല്ലാവേ ഓരീശ കടലുടെ ദിനകരം റസൂലുള്ളാവേ. പിറന്നതിനും ആനന്ദ പൂത്ത് വിടന്നിരുന്നു കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂരു കിസ്സ പറഞ്ഞാട്ടെ. പുതുമാരനിടവന്നേ നടത്താൽ പുതിയൊരു കവിച്ചു വന്നേ ചേർന്ന് പുതുമാരനൊരുങ്ങി വന്നേ നടത്താൽ പുതിയൊരു കവിച്ചു വന്നേ കൽക്കണ്ട കനിയുമായി കൽപ്പു തുറന്ന പുതുമണവാളൻ കൽക്കണ്ട കനിയുമായി കൽപ്പു തുറന്ന പുതുമണവാളൻ
കിട്ടി വൈരക്കൾ മോതിരത്താൽ വിരകൾ പിന്നി തങ്കത്താൽ പണിതിട്ട വളകിലുങ്ങി ആനന്ദ മുത്തുമാല എടുത്തു കിട്ടി മാണിക്ക പതക്കങ്ങൾ അണിഞ്ഞ കുട്ടി വൈരക്കൾ മോതിരത്താൽ വിരകൾ പിന്നി തങ്കത്താൽ പണിതിട്ട വളകിലുങ്ങി ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ല പൂവാളത്തിനെ പടച്ചവൻ വിരിയിച്ച പൂമലരല്ലേ അഴകിന്റെ പൂന്തൊപ്പിലാണ് അന്നൊരു മയിലല്ലേ കുരുകുരുമച്ചം പെണ്ണുണ്ടോ കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ സാമസരക്ക പെണ്ണുണ്ടോ സരക്കാ ദേവിന്റെ മാരനക്ക് കുരുകുരുമച്ചം പെണ്ണുണ്ടോ കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ സാമസരക്ക പെണ്ണുണ്ടോ സരക്കാ ദേവിന്റെ മാരനക്ക് മൈലാഞ്ചിത്തോപ്പിൽ മയങ്ങി നിൽക്കുന്ന കുഞ്ചത്തി മൈക്കണ്ണാൽ കൽവിൽ പവിട്ട് കത്തിച്ച സമ്പത്തി നമ്പില്ലതുള്ള കരിമ്പ് പോലുള്ള പിൻവേലി കണ്ട മുതൽ താരും കൽവിൽ വീടുന്ന മുള്ളാണി കിതാബ് പഠിച്ച് ഉദ്യോഗം പഠിച്ച് സുൽത്താന്റെ കവയിൽ വരും കിതാബ് പഠിച്ച് ഉദ്യോഗം പഠിച്ച് സുൽത്താന്റെ കവയിൽ വരും അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിൽ ഒരുങ്ങി വരും ഓടിക്കുമ്പോ പറന്നു വരും അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിൽ ഒരുങ്ങി വരും ഓടിക്കുമ്പോ പറന്നു വരും പാവാട വേണം നീലാട വേണം പഞ്ചാരപ്പാനം കിളിക്ക് ഇത്താന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക് മിഴീണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാറ്റം മിഴീണ ഞാൻ തുറന്നാലും നിലവുകളിൽ നീ മാത്രം മിഴീണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം മിഴീണ ഞാൻ തുറന്നാലും നിലവുകളിൽ നീ മാത്രം സംഗൃതമോടെ തിരു സ്വർഗനകത്തെ തഞ്ചത്ത് സുന്ദര പൂരിതി സച്ചിത്തിരമൊത്തൊരു കഞ്ചത്തെ തിങ്കതിരോനോ വിപ്പഴങ്കതിരോ നിങ്ങൊഞ്ചത്തെ നിന്തിടു മൂടി വര സംഗതി കൊണ്ടൊരു തഞ്ചത്തെ ഒന്നൊന്നേ മൂടി കണ്ണിനകത്ത കറുപ്പ് വലുപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ട കൊലുത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നുന്നേ ആണമോടി വളമാടി വരസുത്ത കാമാരി വളവത്ത നീകാരി സ്ഥല വട്ടത്തിൽ വട്ടത്തിരുമന തരതരം തകതതിഗീണ കൃതിഗീണ സംസരിതം ഇല്ല തകതിമി താളം കൃത ചുംചുമതം സ്വർഗത്തലമിലെ പല ധുനി കളിച്ചിരി കുളരികൾ ആകെ ചുറ്റുലകത്തിലും എത്തനകത്തിരു കത്തണമൈത്തിരു വിത്തരുമത്തിരു മുത്തിര വീഴുന്ന
ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി പൊക്കിയ മക്കന കർക്കത് ചിക്ക ഹബീബുള്ള ആകെ ചുറ്റുലകത്തിരു മെത്തനകത്തിരു കത്തനമൈത്തിരു ചിത്തരുമത്തിരു മുത്തിനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി പൊക്കിയ മക്കന കർക്കത് ചിക്ക ഹബീബുള്ള പതിയില്ലാതെ മേബീനല്ല പടച്ചാലേ ആരി ഹൗവാ ബീബി രണ്ടാളും ഒരുമിച്ചാലേ ഏക പഴം തിന്നരുതെന്നിറയോനറിയിച്ചാലേ എന്നെ തീരകെ മൽഹൂനവിടുന്ന് ചതിച്ചാലേ വന്നൊത്ത് തിന്നൊത്ത് എന്താണ് ഈ പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ചെന്നാത്ത് തന്നെയുള്ള കനിയൊക്കെ ഇരുമിക ജാതിയാണിത് ആദരയുമയാദരാമൻ ജാതി എന്ന് പാടി മമ്മുശീലവരാടി ചെന്തുപഴം പരിച്ചോടി വന്നു മുറിച്ചതിൽ കൂടി ഇന്നവർ തങ്ങളെ തങ്ങിലൊടുങ്ങിയ മങ്കയിളങ്ങി വിളങ്ങി സുഖിൽ സംഗൃത പമകരി തങ്കത്തുങ്കത്തിരി വേണം തകരം സരി സരിഗമ ഇടതത്തക്കിന്തി ഇടതിമി താളങ്കൃത താളം സംഗൃത പമകരി തങ്കത്തുങ്കത്തിരി വേണം തകരം സരി സരിഗമ ഇടതത്തക്കിന്തി ഇടതിമി താളങ്കൃത താളം സംഗൃത പമകരി രംഗത്തുങ്ക തതിമിട മേളം തകരം സരി സരിഗമ ഇടതത്തക്കിന്തി താളങ്കൃത താളം സംഗൃത പമകരി രംഗത്തുങ്ക തതിമിട മേളം തകരം സരി സരിഗമ ഇടതത്തക്കിന്തി താളങ്കൃത താളം മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകളുടെ ഒരു ഇശൽമാല പെയ്തു ഒഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേദിയിലേക്ക് എനിക്ക് തോന്നുന്നത് എല്ലാ ടൈപ്പ് സംഭവങ്ങളും വേദിയിൽ ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ. നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് പാടും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കേറെ പോപ്പുലറായ സുറുമക്കണ്ണി, നമുക്കറിയാൻ പറ്റും സുറുമക്കണ്ണിനയാൽ മൈലാഞ്ചി കയ്യുകളാൽ, ആ പാട്ട് വളരെ ഫേമസ് ആണ്. ആ പാട്ടിനനുസരിച്ച് ഇനി നമ്മളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസ് ഒരു അടിപൊളി നൃത്തരൂപം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കണം. എൻജോയ് ഇറ്റ്. സുറുമക്കണ്ണിണയ ഹായ് മൈലാഞ്ചി കൈവിരല മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഇണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകള ഹായ് ഹായ് താളത്തിൽ പാടുകയാ മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പട്ടുറുമാനിത് പാട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ പാട്ടുറുമാനിത് പട്ടുറുമാ ഇശൽ തഴുകിയ രാവിനു നാണം ഇരവൊരു സുഖമാപ്പിളഗാനം ഇതിൽ വിരിയും മിഴികളിലോണം അത് പട്ടുറുമാലെന്നറിയണം അത് പട്ടുറുമാലെന്നറിയണം പട്ടുറുമാലിത് പാട്ടുറുമാ പട്ടുറുമാലിത് പാട്ടുറുമാ പാട്ടുറുമാലിത് പട്ടുറുമാ പാട്ടുറുമാലിത് പട്ടുറുമാ മുല്ല പൂവിനു പോലും അഴകൊത്തൊരു ഹൂറിയിൻ നാണം കരിവളകളിൽ ഉണരും താളം അത് പട്ടുറുമാലിൻ ഇശൽ മേളം അത് പട്ടുറുമാലിൻ ഇശൽ മേളം പട്ടുറുമാലിത് പാട്ടുറുമാ പട്ടുറുമാലിത് പാട്ടുറുമാ പാട്ടുറുമാലിത് പട്ടുറുമാ പാട്ടുറുമാലിത് പട്ടുറുമാ. എല്ലാവരും ഇവിടെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച നിലയിൽ നിൽക്കുകയാണ്. ഇവിടെ വീട്ടിലിരുന്ന് എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കുറച്ചൊരു റെസ്റ്റ് ഒക്കെ വേണ്ടേ? ഇത്തിരി വിശ്രമം വേണ്ടേ? അപ്പോ വിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഡാൻസ് കളിച്ചിട്ട് പോലും എനർജി ഒട്ടും പോകാതെ ഇവിടെ നിൽക്കുന്ന നജീമിക്ക ഒരു പാട്ടോട് പാടുന്നത്. പിന്നെ ഡാൻസ് വേണോ?
പാട്ട് കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും. ശരി. മേലെ മോഹവാനം രാവിൽ നിന്നും ഹാരം നീട്ടും എന്നെ കണ്ട ആടും നീരത്തണ്ടും താനെ ഗാനം മൂളും പെണ്ണെ നിന്നെ കണ്ട ജയിലിൽ നീ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ പൂവാകകൾ പൂത്ത പോലെ अल्लाह अल्लाह मेरे अल्लाह मेरी दुआए परी इल्ला इल्ला मण्ണില്ല നിന്നെ വെല്ലും പുഞ്ചിരി മൃദുലമായി തഴുകിടുമെന്ന പോൽ നറുവെണ്ണില തൂവല പ്രണയാർദ്രമെന്നുയിരു തഴുകു നീ അല്ലാഹ് അല്ലാഹ് മേരെ അല്ലാഹ് മേരി ദുആए പരി ഇല്ലാ ഇല്ലാ മണ്ണില്ല നിന്നെ വെല്ലും പുഞ്ചിരി മേലെ മോഹവാനം രാവിൽ നിന്നും ഹാരം നീട്ടും നിന്നെ കണ്ട കതിരൊളി നദികളിൽ പുലരിയിൽ തരളമായൊഴുകിടുമെന്ന പോൽ മൃദുചുംബന പൂക്കള പ്രണയാർദ്രമെന്നുയിരു ഒഴുകു നീ വല്ലാഹ് അല്ലാഹ് മേരെ അല്ലാഹ് മേരി ദുആए പരി ഇല്ലാ ഇല്ലാ മണ്ണില്ല നിന്നെ വെല്ലും പുഞ്ചിരി മേലെ മോഹവാനം രാവിൽ നിന്നും ഹാരം നീട്ടും നിന്നെ കണ്ട ആടും നീരത്തണ്ടും താനെ ഗാനം മൂളും പെണ്ണെ നിന്നെ കണ്ട ജയിലിൽ നീ പോകുമ്പോൾ പൂവാകകൾ പൂത്ത അല്ലാഹ് അല്ലാഹ് മേരെ അല്ലാഹ് മേരി ദുആए പരി ഇല്ലാ ഇല്ലാ മണ്ണില്ല നിന്നെ വെല്ലും പുഞ്ചിരി അങ്ങനെ ഈ 50-ാമത്തെ എപ്പിസോഡിൽ നജീം അർഷാദ് പെയ്ത് തോർന്ന് അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഈ വേദിയിലേക്ക് മറ്റൊരു മഹാസംഭവത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. 50-ാമത്തെ എപ്പിസോഡ് ആഘോഷിക്കുമ്പോൾ വേദിക്ക് പുറകിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. പട്ടുറുമാലിൻ്റെ എല്ലാമെല്ലാമായ അല്ലേ, ജീവാത്മാവും പരമാത്മാവുമായ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഉല്ലാസ് കോവൂരിനെ സ്നേഹപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു.
ഒപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എല്ലാ കണ്ടസ്റ്റൻസിനും സ്വാഗതം. പറഞ്ഞതുപോലെ ആ സമയം ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് ഒരു സ്പെഷ്യൽ തെളിച്ചം കാണുന്നുണ്ട്. അത് വേറൊന്നിൻ്റെ അല്ല, ഈ മുമ്പിലിരിക്കുന്ന കേക്കിന്റെ മാത്രമാണ്. പക്ഷേ ഇവിടെ വരേണ്ട ആൾ എത്തിയിട്ടില്ലല്ലോ. പട്ടുറുമാലിന്റെ എല്ലാമായ പട്ടുറുമാലിനെ ഇങ്ങനെ പൊന്നുപോലെ താലോലിച്ച് കൊണ്ട് നടന്ന് ഇത്രയൊക്കെ ആക്കിയ ഉല്ലാസ് കൂർ. മൊഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാൽ തങ്കക്കിനാവുകൾ. ഉല്ലാസേട്ടനോട് ഞങ്ങൾക്കാർക്കും ഇന്നേ വരെ ഒരു താങ്ക് യു പറയാൻ അവസരം കിട്ടിയില്ല. ഈ അവസരം ഞങ്ങൾ അതിന് വിനിയോഗിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ ഈ മഞ്ഞ ബലൂൺ കാത്തുവെച്ചത് ഉല്ലാസേട്ടൻ തരാൻ. ഇപ്പൊ വേറെ സമ്മാനമൊന്നുമില്ല, എല്ലാം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. നമുക്ക് കേക്ക് കട്ടിങ് ആരംഭിക്കാം. മൊഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാൽ തങ്കക്കിനാവുകളാൽ താളത്തിൽ പാടുകയാൽ മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാൽ. പട്ടുറുമാലിത് പാട്ടുറുമാൽ, പട്ടുറുമാലിത് പാട്ടുറുമാൽ, പാട്ടുറുമാലിത് പട്ടുറുമാൽ, പാട്ടുറുമാലിത് പട്ടുറുമാൽ. ഇശൽ തഴുകിയ രാവിനു നാണം ഇരവൊരു സുഖമാപ്പിളഗാനം ഇതിൽ വിരിയും മിഴികളിലോണം അത് പട്ടുറുമാ